മൂന്നാം അധ്യായം 1 മുതൽ 13 വരെയുള്ള വാക്യങ്ങൾ. സാധാരണ ഓർത്തഡോക്സ് സഭകളിൽ നൊയമ്പിന്റെ ആദ്യത്തെ വ്യാഴാഴ്ച വായിച്ച് ധ്യാനിക്കുന്ന ഒരു ഭാഗം കൂടെയാണിത്. വളരെ ശ്രദ്ധേയമായൊരു ഭാഗമാണ്. ഞാൻ ആ ഭാഗത്തെ അധികരിച്ചപ്പോൾ ക്ലാസ് എടുക്കാനായിട്ട് തുനിയുന്നില്ല. മകനെ, എന്റെ ഉപദേശം മറക്കരുത്, നിന്റെ ഹൃദയം എന്റെ കൽപ്പനകളെ കാത്തുകൊള്ളട്ടെ ഇത്യാദി വളരെ യുവജനങ്ങളുടെ ജീവിതത്തിൽ വളരെ സാരമായിട്ട് ഇറങ്ങിച്ചെല്ലേണ്ട വലിയ ഒരു ഭാഗമാണ് ഈ ഭാഗം. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാര് ഇന്ന് വീട്ടിൽ ചെന്ന് ഈ ഭാഗം ശരിക്കും വായിച്ച് അനലൈസ് ചെയ്ത് ഒന്ന് ധ്യാനിച്ച് നിങ്ങളുടെ ജീവിതത്തിൽ അത് സാംശീകരിക്കുകയും പകർത്തുകയും ചെയ്യുമെങ്കിൽ ഒരുപാട് പ്രയോജനം ചെയ്യും. ഞാൻ ആ ഭാഗം അധികരിച്ച് ക്ലാസ് എടുക്കുന്നില്ല, കാരണം അത് വലിയൊരു ലോങ് ടോപ്പിക്കാണ്. 1-2-3 മണിക്കൂർ അനലൈസ് ചെയ്യേണ്ട വലിയൊരു ഏറിയയാണ്. ഞാൻ അതിന് ഒരുപ്പെടുന്നില്ല. എല്ലാവരും ആ ഭാഗം ഒന്ന് കുറിച്ച് വയ്ക്കുക. പ്രോവർബ് സദൃശവാക്യം 3-ാം അധ്യായം 1 മുതൽ 13 വരെയുള്ള ഭാഗങ്ങൾ ഒരു പ്രത്യേക ഭാഗമാണ്. എന്നാൽ 14 തൊട്ട് വേറെ ഒരു ഭാഗമാണ്, സെപ്പറേറ്റ്. നിങ്ങൾ ബൈബിൾ നോക്കുമ്പോൾ തന്നെ അറിയാം, ഇറ്റ്സ് എ സെപ്പറേറ്റ് ഏറിയ. ഈ ഭാഗം നിങ്ങളത് പഠിക്കുക. ഞാൻ ആമുഖമായിട്ടൊരു സന്ദേശം പറയുവാൻ ആഗ്രഹിക്കുന്നത്, പ്രത്യേകിച്ച് യുവജനങ്ങളുടെ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് നിങ്ങൾക്ക് ആ ഒരു സന്ദേശമായിട്ട് ഞാനൊന്ന് പറഞ്ഞുകൊണ്ട് രണ്ടാമത്തെ സെഷനിൽ ഞാൻ ആ സബ്ജക്റ്റ് നിങ്ങളുടെ ഇന്ററാക്ഷന് വേണ്ടി അവതരിപ്പിക്കാം. ഒന്നാമത്തെ ഈ സെഷനിൽ ഒരു സന്ദേശമായിട്ട് ചില കാര്യങ്ങൾ ഞാൻ ഓർമ്മിക്കുക. നിങ്ങൾക്ക് ഏവർക്കും വളരെ സുപരിചിതമായ ഒരു സങ്കീർത്തനത്തിന്റെ ഭാഗമാണ് 37-ാം സങ്കീർത്തനം 3 മുതൽ 5 വരെയുള്ള വാക്യങ്ങൾ. വളരെ സാരഗംഭീരമായി യുവജനങ്ങളെ സ്വാധീനിക്കേണ്ട ഒരു ഭാഗമാണ്. 37-ാം സങ്കീർത്തനം വാക്യങ്ങൾ 3 മുതൽ 5 വരെ. യഹോവയിൽ ആശ്രയിച്ച് നന്മ ചെയ്യുക, ദേശത്ത് പാർത്ത് വിശ്വസ്തത ആചരിക്കുക, യഹോവയിൽ തന്നെ രസിച്ചുകൊള്ളുക, അവൻ നിന്റെ ഹൃദയത്തിലെ ആഗ്രഹങ്ങളെ നിനക്ക് തരും. നിന്റെ വഴി യഹോവയെ ഭരമേൽപ്പിക്കുക, അവനിൽ തന്നെ ആശ്രയിക്കുക, അവനത് നിർവഹിക്കും. ഞാൻ ഈ ആദ്യത്തെ ഭാഗത്തിന് അധികം സമയം എടുക്കുന്നില്ല, കാരണം രണ്ടാമത്തെ സെഷനാണ് പ്രധാനപ്പെട്ടത്. ഇവിടെ സങ്കീർത്തനത്തിൽ പ്രധാനപ്പെട്ട ഒരു സബ്ജക്റ്റ്, നിന്റെ ഹൃദയത്തിലെ ആഗ്രഹങ്ങളെ അവൻ നിനക്ക് തരും. സോ ദിസ് ഈസ് ദി മെയിൻ സബ്ജക്റ്റ്. യഹോവ, എല്ലാവരും എന്റെ മുഖത്ത് നോക്കി ശ്രദ്ധിച്ചിരിക്കണം, യഹോവ നിന്റെ ഹൃദയത്തിലെ ആഗ്രഹങ്ങളെ നിനക്ക് തരും. പ്രൊവൈഡഡ് യു ഹാവ് ടു ഒബ്സർവ് സർട്ടൻ തിങ്സ്. പ്രിയപ്പെട്ടവരെ, പ്രത്യേകിച്ച് ആഗ്രഹങ്ങളും അഭിലാഷങ്ങളും അങ്കുരിക്കുന്ന ഒരു പ്രായമാണിത്. ഞങ്ങളുടെയൊക്കെ ആഗ്രഹങ്ങളൊക്കെ തീരാറായി. സോ വി ആർ ഇൻ ദ സിനൈൽ സ്റ്റേജ് നൗ. ഞങ്ങളുടെ ആഗ്രഹങ്ങളൊക്കെ ഒരുപാടൊക്കെ തീർന്ന് ഒരു, പ്രത്യേകിച്ച് നിങ്ങൾ, യു ആർ ആക്ച്വലി സ്പ്രൗട്ടിംഗ് ഫ്ലവേഴ്സ്. നിങ്ങൾ അങ്ങോട്ട് വിടർന്നു വരുന്ന പുഷ്പങ്ങളാണ്. യു ഹാവ് സോ മെനി, ഒരുപാട് ആഗ്രഹങ്ങൾ നിങ്ങൾക്കുണ്ട്. ഇവിടെ വളരെ ശ്രദ്ധയോടെ നിങ്ങൾ പഠിക്കേണ്ട ഒരു വിഷയം, യഹോവ നിന്റെ ഹൃദയത്തിലെ ആഗ്രഹങ്ങളെ നിനക്ക് തരും. നിന്റെ വയറിന്റെ ആഗ്രഹങ്ങൾ, ഇത് രണ്ടും സംതിങ് വേൾഡിലി ആൻഡ് നെഗറ്റീവ്. വയറിന്റെ ആഗ്രഹങ്ങളുണ്ട്. എന്തൊക്കെയാണ്? നല്ല ശാപ്പാട് കഴിക്കണം, സ്ഥാനമാനങ്ങൾ കിട്ടണം, ഇച്ചിരി ചെറുപ്പക്കാരുടെ ഭാഷ പറഞ്ഞാൽ ഇച്ചിരി ഒന്ന് ഷൈൻ ചെയ്യണം, നല്ല വസ്ത്രം ധരിക്കണം, ചെത്തി നടക്കണം, വലിയ രോഗമൊന്നും ഉണ്ടാകരുത്, നല്ല സുഖ സൗകര്യമായിട്ട് കഴിയണം. ഇതാണ് വയറിന്റെ ആഗ്രഹം. ഈ വയറിന്റെ ആഗ്രഹം യഹോവ സാധിപ്പിച്ചു തരണം എന്ന് ഇവിടെ പറയുന്നില്ല. രണ്ടാമത്തെ ആഗ്രഹം തലച്ചോറിന്റെ ആഗ്രഹമാണ്, ബ്രെയിൻ. യു നോ ദാറ്റ് the brain is the center of emotions and what about thoughts? അല്ല, നമ്മുടെ ബുദ്ധിയൊക്കെ ഇവിടെ ഉദിക്കുന്നത് തലച്ചോറിൽ.
So it is the intellectual center and emotional center. വികാരത്തിന്റെയും ബുദ്ധിയുടെയും ഉറവിടം എന്ന് പറയുന്നത് തലച്ചോറ്. വേറെ പലതിന്റെയും സെന്ററാണ്, എങ്കിലും ഞാൻ ഈ രണ്ട് കാര്യങ്ങൾ പ്രധാനമായിട്ട് എടുക്കും. അപ്പൊ വൈകാരികമായ ആഗ്രഹങ്ങൾ, ബുദ്ധിയുടെ ആഗ്രഹങ്ങൾ, ഇത് രണ്ടുമാണ് തലച്ചോറിന്റെ ആഗ്രഹം. ഇതും സംതിങ് വേൾഡ്ലി ആൻഡ് നെഗറ്റീവ്. അപ്പൊ വയറിന്റെ ആഗ്രഹവും തലച്ചോറിന്റെ ആഗ്രഹവും ഭൗതികവും സ്വാർത്ഥപ്രേരിതവും നെഗറ്റീവുമാണ്. അതിന് ആഗ്രഹമെന്നല്ല പറയുന്നത്, മറ്റൊരു പേര്. എന്താ പേര് പറയാം? ഇംഗ്ലീഷിൽ എന്തോ പേര് പറയും? ലസ്റ്റ് എന്ന് പറയും. ഇംഗ്ലീഷിൽ LUST, ലസ്റ്റ്. ലസ്റ്റ് എന്ന വാക്കിന്റെ അർത്ഥം എന്താ മലയാളത്തില്? എനിബഡി കുറച്ച് പറഞ്ഞാട്ടെ. മാംസദാഹം എന്ന് പറയാം, എങ്കിലും കുറച്ചുകൂടെ പോളിഷ് ചെയ്തെന്തോ പറയാം. എനിബഡി ഹലോകാവണം. അതുകൊണ്ടാണ് ഞാനിങ്ങനെ നിങ്ങളോടുകൂടെ ചോദിക്കുന്നത്. മോഹം എന്ന് പറയാം. മാംസദാഹമാണ് അത്രയും പച്ച തെളിച്ച് നമ്മൾ പറയണ്ട. മോഹം എന്ന് പറഞ്ഞാൽ, അപ്പോ വയറിൽ ഉദിക്കുന്ന വയറിന്റെ ആഗ്രഹങ്ങളും തലച്ചോറിന്റെ ആഗ്രഹങ്ങളും അതിന് ലസ്റ്റ് അല്ലെങ്കിൽ മോഹം എന്നാ പറയും. അപ്പൊ മോഹം എപ്പോഴും സാധിക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. There is no guarantee it is going to be materialized. No guarantee. അപ്പൊ സങ്കല്പങ്ങളും മോഹങ്ങളും സാധിതപ്രായമാകുകയോ ആകാതിരിക്കുകയോ ചെയ്യും. അത് മിക്കവാറും ഒക്കെ വേൾഡിലി ആയിരിക്കും, ഭൗതികമായിരിക്കും, സ്വാർത്ഥപ്രേരിതമായിരിക്കും. അത് കുറച്ചുകൂടെ നെഗറ്റീവ് ആയിരിക്കും. അതുകൊണ്ടാണ് സങ്കീർത്തനക്കാരൻ വളരെ പർപ്പസ്ഫുള്ളായിട്ട് ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്താ? യഹോവ നിന്റെ ഹൃദയത്തിലെ ആഗ്രഹങ്ങളെ നടക്കുന്നേ. ഹൃദയം മക്കളെ എന്തിന്റെ പ്രതീകമാണ്? നിങ്ങൾ ഹൃദയത്തിന്റെ പടമൊക്കെ വരച്ചിട്ട് ഒക്കെ വേലകൾ ചെയ്യുമല്ലോ. എന്തുവാ ഹൃദയം എന്തിന്റെ പ്രതീകമാണ്? സ്നേഹം. വെറും സ്നേഹമല്ല, ഈ കള്ളസ്നേഹമല്ല, വേലയടിക്ക് കാണിക്കുന്ന സ്നേഹമല്ല. നിർവ്യാജ നിഷ്കാമ സമർപ്പിത സ്നേഹത്തിന്റെ പ്രതീകമാണ്. നിസ്വാർത്ഥ നിഷ്കാമ സമർപ്പിത സ്നേഹത്തിന്റെ പ്രതീകമാണ് എന്ത്? ഹൃദയം. ഞാൻ നിന്നെ ഹൃദയപൂർവ്വം സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞേക്കോ, ഞാൻ നിന്നെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്നു. അപ്പൊ ഹൃദയം ആത്മാർത്ഥതയുടെ പ്രതീകമാണ്, സ്നേഹത്തിന്റെ പ്രതീകമാണ്. ഹൃദയം ദൈവീകതയുടെ പ്രതീകമാണ്. അതുകൊണ്ട് ആ വേദപുസ്തകത്തിൽ നിങ്ങൾ നോക്കിയാൽ യു ക്യാൻ സീ ഹൺഡ്രഡ്സ് ആൻഡ് ഹൺഡ്രഡ്സ് ഓഫ് റെഫറൻസ് ഓഫ് ഹാർട്ട്. എന്റെ ഹൃദയത്തിന്റെ ബലഹീനത നീ ശക്തീകരിക്കണമേ, ദൈവമേ വെടിപ്പുള്ള ഹൃദയം എന്നിൽ സൃഷ്ടിക്കണമേ. അതുകൊണ്ട് ഹൃദയം ദൈവീകതയുടെ, ആത്മാർത്ഥതയുടെ, ഉദാത്ത സ്നേഹത്തിന്റെ ഒക്കെ പ്രതീകമാണ്. ഏത്? ഹൃദയം. ഹൃദയത്തോട് ഞാൻ ചേർത്ത് വയ്ക്കുന്നു എന്ന് പറഞ്ഞാൽ അതിനെ പരം ഒരാത്മബന്ധത്തിന് പിന്നൊന്ന് പറയാനില്ല. ഞാൻ നിന്നെ എൻ്റെ ഹൃദയത്തോട് ചേർത്ത് വയ്ക്കുന്നു. അതുകൊണ്ടാണ് സങ്കീർത്തനക്കാരൻ പറഞ്ഞിരിക്കുന്നത്, യഹോവ നിന്റെ ഹൃദയത്തിലെ ആഗ്രഹങ്ങളെ നിനക്ക് തരും. അപ്പൊ ഹൃദയത്തിൽ നിന്ന് അങ്കുരിക്കുന്ന ആഗ്രഹങ്ങൾ ദൈവീകവും ആത്മാർത്ഥതയുള്ളതും പോസിറ്റീവും അത് പക്വതയുള്ളതുമാണ്. മനസ്സിലായോ? വയറിൽ ഉദിക്കുന്ന ആഗ്രഹങ്ങളും തലച്ചോറിൽ ഉദിക്കുന്ന ആഗ്രഹങ്ങളും ഇതൊന്നും ഈ ക്വാളിറ്റി ഒന്നും കാണുന്നു. അതുകൊണ്ട് കുഞ്ഞുങ്ങളെ, ഇപ്പൊ നിങ്ങൾക്ക് ധാരാളം ആഗ്രഹങ്ങളുണ്ടാകും. വയറിൽ നിന്ന് ധാരാളം ആഗ്രഹങ്ങളുണ്ടാകും. തലച്ചോറിൽ നിന്ന് പറയാനും വേല ധാരാളം ആഗ്രഹങ്ങളുണ്ടാകും. സങ്കല്പങ്ങള്, ഈ ലസ്റ്റ്, മോഹം ഇതൊക്കെ ഉണ്ടാകും. പക്ഷേ ഈ സങ്കല്പത്തിന്റെയും വയറിന്റെയും തലച്ചോറിന്റെയും ഇമോഷണലിന്റെയും ആഗ്രഹങ്ങളെ, ലസ്റ്റ്, മോഹങ്ങളുടെ പുറകെ പോയാൽ മക്കളെ, നിങ്ങളുടെ ഭാഷയെ പറഞ്ഞാൽ എന്തോ പറയും,
സാധാരണ ഒരു വാക്ക് പറയാറുണ്ട് ഈ ചെറുപ്പക്കാരുടെ പോക്ക എന്ന് പറയുന്നത്. വേറെ ഒരു വാക്കുണ്ട്, ഞാൻ മറന്നുപോയി. ചെറുപ്പക്കാർ സാറിന് ഇങ്ങനെ പറയുന്നൊരു വാക്ക് ഞാൻ ഓർക്കുന്നില്ല ഇപ്പം അങ്ങോട്ട്. നല്ലൊരു വാക്കുണ്ട്, ഒരു തമാശയുള്ളൊരു വാക്കുണ്ട്. അതുകൊണ്ട് കുഞ്ഞുങ്ങളെ, ഹൃദയത്തിൻ്റെ ആഗ്രഹങ്ങൾ മാത്രം കാര്യമായിട്ടെടുക്കുക. മറ്റേ ആഗ്രഹങ്ങളൊക്കെ ഉണ്ടാകുന്നതൊന്നും ഞാൻ പറയുന്നില്ല, ഈ പ്രായത്തിലൊക്കെ ഉണ്ടാവും. പക്ഷെ അങ്ങനെയുള്ള മോഹങ്ങളെ, ആഗ്രഹങ്ങളെ താലോലിക്കാതിരിക്കുക. ഹൃദയത്തിൻ്റെ ആഗ്രഹങ്ങളെ, അത് പക്വമാണ്, ദൈവികതയുള്ളതാണ്, അത് സ്നേഹ ഉള്ളതാണ്, ഒക്കെയുള്ളതായ ഈ ആഗ്രഹങ്ങളെ നിങ്ങൾ താലോലിക്കുകയും ദൈവസന്നിധിയിൽ സമർപ്പിക്കുകയും ചെയ്യുക. അതുകൊണ്ടാണ് സങ്കീർത്തനക്കാരൻ പറഞ്ഞിരിക്കുന്നത്, നിന്റെ ഹൃദയത്തിലെ ആഗ്രഹങ്ങളെ യഹോവ നിനക്ക് തരും. ഇനിയും ഈ ആഗ്രഹങ്ങളെ യഹോവ നിനക്ക് തരണമെങ്കിൽ ചില കണ്ടീഷൻസ് ഉണ്ട്. ഏത് കാര്യം തരണമെങ്കിൽ ചില കണ്ടീഷൻസ് ഉണ്ടല്ലോ. 3-4 കൂട്ടം കണ്ടീഷൻസ് ഉണ്ട്. ഞാൻ ഈ സങ്കീർത്തനത്തിൽ തന്നെ പറയാം. നമ്പർ 1, എല്ലാവരും ശ്രദ്ധിച്ച്, യഹോവ ആഗ്രഹങ്ങളെ തരും. എപ്പോഴാണ്? If you satisfy certain conditions. നമ്പർ 1, ഒന്നാമത്തെ കണ്ടീഷൻ, യഹോവയിൽ ആശ്രയിച്ച് നന്മ ചെയ്യുക. യഹോവയിൽ മാത്രം ആശ്രയിച്ച് നന്മ ചെയ്യുക. നന്മ ചെയ്യുക, അത് നമ്മളൊന്നും ചെയ്യുന്നതാണ്.